ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹെസ്റ്റ് സീരീസിലെ ആദ്യ സീസണിലെ 8ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഭിക്ഷക്കാരന്റെ വേഷത്തിൽ വന്ന പ്രൊഫസറിനെ പിടിക്കുവാനായി റക്കേൽ ഓടുന്നു. പോലീസിനെ സംബന്ധിച്ച് അത് ആരോ ഒരാളാണ്. കാരണം പ്രൊഫസറാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ആർക്കും ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സമയത്തിനുള്ളിൽ പ്രൊഫസർ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. റക്കേൽ പ്രൊഫസറിന്റെ കാർ ഫോറൻസിക് ടീമിന് അന്വേഷണത്തിനായി കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നു. ശേഷം ജങ്ക്യാർഡിൽ നിന്നും തിരികെ ടെന്റിലേക്ക് പോകുന്നു. ടെന്റിൽ ഈ സമയം എല്ലാവരും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ റക്കേലിനെതിരെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. റക്കേൽ ചെയ്തത് വലിയ തെറ്റാണെന്നും റക്കേലിനെ ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യണമെന്നും ന്യൂസിൽ പലരും ആവശ്യപ്പെടുന്നു. ഈ സമയം റക്കേൽ പിയാട്രോയോട് താൻ പറഞ്ഞിട്ടല്ല 8 പേർക്ക് പകരം ആലിസനെ മാത്രം വിട്ടയക്കുവാൻ പറഞ്ഞത്, അതുകൊണ്ട് അത് ന്യൂസിൽ പോയി പറയണമെന്ന് റക്കേൽ പിയാട്രോയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ പിയാട്രോ താൻ അങ്ങനെ പറഞ്ഞാൽ തന്റെ ഫോഴ്സിന്റെ ഇമേജിനെ അത് ബാധിക്കുമെന്ന് പറയുന്നു. ഗവൺമെന്റിന്റെ അറിവോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്നും അതുകൊണ്ട് ഗവൺമെന്റിന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്നും റക്കേലിനോട് പിയാട്രോ പറയുന്നു. കേസ് തെളിയിച്ചാൽ നാട്ടുകാർ പതിയെ ഇതെല്ലാം മറക്കും. അവർക്ക് ഒരു കാര്യം മറക്കുവാൻ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കിട്ടിയാൽ മതിയെന്ന് പിയാട്രോ പറയുന്നു. ഏഞ്ചലും പിയാട്രോയും ഒഴികെ മറ്റെല്ലാവരും വെളിയിലേക്ക് പോകുവാൻ റക്കേൽ ആവശ്യപ്പെടുന്നു. റക്കേൽ തങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഒറ്റുകാരനുണ്ടെന്ന് സംശയം പ്രകടിപ്പിക്കുന്നു. കാരണം അവർ ജങ്ക്യാർഡിൽ എത്തും മുന്നേ തന്നെ അവിടെ ഒരാൾ ഭിക്ഷക്കാരന്റെ വേഷത്തിലെത്തി അമോണിയം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ നീക്കങ്ങൾ റോബറി ടീം എങ്ങനെയോ അറിയുന്നുണ്ട്. ഫോറൻസിക് ടീം ബട്ടണിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ബെർലിന്റെ ഒറിജിനൽ ഐഡന്റിറ്റി കണ്ടെത്തുന്നു. റക്കേൽ ബെർലിന്റെ മുൻകാല കേസ് ഡീറ്റെയിൽസ് പരിശോധിക്കുന്നു. ബെർലിന്റെ പേരിൽ നിലവിൽ 21 കേസുകളാണ് റിപ്പോർട്ട് ആയിട്ടുള്ളത്. ടീമിന്റെ ക്യാപ്റ്റനായ ബെർലിന്റെ ഐഡന്റിറ്റി തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. റോയൽ മിന്റിലെ റോബറി ടീമിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് കാരണം സംഭവിക്കുവാൻ പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ടെന്റിൽ ബെർലിന്റെ കേസ് ഹിസ്റ്ററി എടുത്ത് ഏഞ്ചൽ എല്ലാവർക്കും വായിച്ചു കേൾപ്പിക്കുന്നു. അതിൽ ബെർലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അയാൾ ഒരു ഈഗോയിസ്റ്റിക് ആയ സൈക്കോയാണ്. അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കുവാൻ കഴിയാത്ത ക്യാരക്ടറാണ് ബെർലിന്റേത്. തന്റെ റൂൾസ് ബ്രേക്ക് ചെയ്താൽ എന്ത് പണിഷ്മെന്റ് കൊടുക്കുവാനും മടിയില്ല. നല്ലത് ചെയ്താൽ അഭിനന്ദിക്കുവാനും മടിക്കില്ല. ഭ്രാന്തമായ ക്യാരക്ടറിനുടമ എന്ന് ആ ഫയലിൽ എഴുതിയിരിക്കുന്നു. റക്കേൽ ബെർലിനെ പറ്റിയുള്ള വിവരങ്ങൾ ന്യൂസിൽ പറയുവാൻ ഏഞ്ചലിനോട് പറയുന്നു. റോയൽ മിന്റിൽ തങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എത്തരത്തിലുള്ള ആളുകളെയാണെന്ന് എല്ലാവരും അറിയണമെന്ന് റക്കേൽ പറയുന്നു. എന്നാൽ പിയാട്രോ പറയുന്നത് നാട്ടുകാർ ഇതൊന്നും കൊണ്ട് തങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇത്തരത്തിലുള്ള ക്രേസിയായ ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടമാകും. അവർ ചിലപ്പോൾ ഇയാളെ ഹീറോ ആയി ആഘോഷിച്ചേക്കാമെന്ന് പിയാട്രോ പറയുന്നു. അതുകൊണ്ട് ബെർലിനെ പറ്റി ചില ഫേക്കായ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കണമെന്ന് അയാൾ പറയുന്നു. ഡ്രഗ് സ്മഗ്ലിംഗ്, പീഡനം, പ്രധാനമായി കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ശാരീരികമായി ദുരുപയോഗം ചെയ്ത ആളാണ് ബെർലിൻ എന്ന് മീഡിയയിൽ പറയുവാൻ പിയാട്രോ പറയുന്നു. ദേഷ്യത്തിൽ റക്കേലും അതിന് സമ്മതിക്കുന്നു. എന്നാൽ ഏഞ്ചൽ അതൊരു വാർത്തയായി കൊടുക്കുവാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ റക്കേൽ പിയാട്രോ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാൻ ഏഞ്ചലിനോട് പറയുന്നു. ശേഷം റക്കേൽ ഉള്ളിലുള്ള റോബറി ടീം എങ്ങനെയായിരിക്കും രക്ഷപ്പെടുവാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് CNI ഇന്റലിജൻസ് ടീമിനോട് അന്വേഷിക്കുവാൻ പറയുന്നു. ഈ സമയം പ്രൊഫസർ ടീമിനോട് തങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടുവാൻ പോകുന്നത് എന്ന പ്ലാൻ വിവരിക്കുന്നു. റോയൽ മിന്റിലെ ആദ്യ ദിവസം തന്നെ ഹോസ്റ്റേജസിനെ ഉപയോഗിച്ച് ഒരു ടണൽ നിർമ്മിക്കുവാൻ ആരംഭിക്കണം. അത് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്നും 45 അടി താഴെയായിരിക്കണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മോസ്കോ CNI റഡാർ വെച്ച് അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുമെന്ന് പറയുന്നു. മോസ്കോ പറഞ്ഞത് പ്രൊഫസർ അംഗീകരിക്കുന്നു. റഡാറിന് 51 അടി വരെ റേഡിയസിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. റോബറി ടീം മിഷൻ ഡ്രിൽ ചെയ്യുന്ന വൈബ്രേഷൻ വെച്ച് ഉറപ്പായും തങ്ങൾ തുരങ്കം തോണ്ടുന്ന വിവരം CNI കണ്ടെത്തും. അങ്ങനെ ഉണ്ടാക്കുന്ന ടണൽ വഴി തങ്ങൾ രക്ഷപ്പെടുമെന്ന് പോലീസും CNIയും വിശ്വസിക്കും. എന്നാൽ തങ്ങൾ മറ്റൊരു വഴിയാണ് രക്ഷപ്പെടാൻ പോകുന്നത്. ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്നും 85 അടി താഴെ ഒരു തുരങ്കമുണ്ട്. അത് റഡാർ വെച്ച് പോലും കണ്ടുപിടിക്കുവാൻ കഴിയില്ല. ആ തുരങ്കം പ്രൊഫസർ 5 വർഷം മുന്നേ നിർമ്മിച്ചിരുന്നു. റോയൽ മിന്റിലെ അണ്ടർഗ്രൗണ്ട് ലോക്കറിൽ നിന്നും ആ ടണലിലേക്ക് ഒരു ജോയിന്റ് ഇട്ടാൽ മാത്രം മതി. തങ്ങൾക്ക് അതിലൂടെ രക്ഷപ്പെടാമെന്ന് പ്രൊഫസർ പറയുന്നു. ടണൽ പ്രൊഫസറിന്റെ സങ്കേതമായ ഫാക്ടറിയിലേക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ലോക്കർ മെഷീൻസ് യൂസ് ചെയ്ത് ഡ്രിൽ ചെയ്യുന്നതിനു പകരം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ചൂട് കൊടുത്ത് ഉരുക്കണം.
അതിലൂടെ തുരന്നുകൊണ്ട് തുരങ്കത്തിലേക്കുള്ള വഴി ഉണ്ടാക്കണം. ഇതിന് 10 മുതൽ 12 ദിവസം വരെ എടുക്കുമെന്ന് മോസ്കോ പറയുന്നു. അത്ര ദിവസം തങ്ങൾ റോയൽ മിന്റിൽ നിന്നും പണം പ്രിന്റ് ചെയ്യണമെന്ന് പ്രൊഫസർ പറയുന്നു. പോലീസ് ടെന്റിൽ ഈ സമയം ബെർലിന്റെ ഫയൽ വെച്ച് ചർച്ചകൾ നടക്കുന്നു. ബെർലിൻ 7 മാസത്തോളം ഒരു ജയിലിൽ തടവ് പുള്ളിയായി കിടന്നിട്ടുണ്ട്. അവന്റെ സഹതടവുകാരനെ ഉടൻ തന്നെ കാണണമെന്ന് റഖേൽ ആവശ്യപ്പെടുന്നു. ഈ സമയം സെർവറോസ് തങ്ങൾ ജങ്ക്യാർഡിൽ എത്തുന്നതിന് 1 മണിക്കൂർ മുൻപേ ഒരാൾ അതേ കാറിനെ പറ്റി അന്വേഷിച്ചിരുന്നു എന്ന് പറയുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിൽ തങ്ങൾ സംശയിക്കുന്ന ഭിക്ഷക്കാരനായി രക്ഷപ്പെട്ട വ്യക്തി അത് തന്നെ ആകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. യാർഡിന്റെ ഓണറിനെ ഉടൻ തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ റഖേൽ പറയുന്നു. ഇത് തന്റെ സങ്കേതത്തിലിരുന്ന് കേൾക്കുന്ന പ്രൊഫസർ യാർഡിന്റെ ഉടമസ്ഥന്റെ പേര് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുന്നു. അതുവഴി അയാളുടെ ഡീറ്റെയിൽസ് കണ്ടെത്തുന്നു. ഈ സമയം റോയൽ മിന്റിൽ ബെർലിൻ എല്ലാ ഹോസ്റ്റേജസിനെയും മെയിൻ ഹാളിലേക്ക് വിളിക്കുന്നു. മോണിക്ക പോലീസിന് രഹസ്യമായി വിവരങ്ങൾ കൊടുക്കുവാൻ ശ്രമിച്ചു, അതിനാലാണ് അവളെ കൊന്നതെന്ന് ബെർലിൻ പറയുന്നു. മറ്റാരെങ്കിലും ഇതുപോലെ ശ്രമിച്ചാൽ തങ്ങൾക്കും ഇതായിരിക്കും ശിക്ഷ എന്ന് ബെർലിൻ പറയുന്നു. ശേഷം ടോറസ് എന്നൊരു വ്യക്തിയെ കൂട്ടത്തിൽ നിന്നും വിളിക്കുന്നു. അദ്ദേഹം 27 വർഷമായി ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. 40 മണിക്കൂറിൽ 311 മില്യൺ യൂറോ അദ്ദേഹം പ്രിന്റ് ചെയ്തു എന്ന് പറയുന്നു. ബെർലിൻ ടോറസിന് വേണ്ടി എല്ലാവരും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുവാനായി കൈ തട്ടുവാൻ ആവശ്യപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും പേടിച്ച് കൈയടിക്കുന്നു. ശേഷം അട്ടൂറ സുഖം പ്രാപിച്ചു എന്ന് പറയുന്നു. ബെർലിൻ മുകളിലേക്ക് കൈ കാണിക്കുന്നു. അട്ടൂറ അവിടേക്ക് എത്തുന്നു. ഈ സമയം റഖേൽ ബെർലിന്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന സഹതടവുകാരനെ കാണുവാനായി എത്തുന്നു. റഖേൽ അയാളുടെ കേസ് ഫയൽ നോക്കുന്നു. അതിൽ അയാൾ 3 പീഡനങ്ങൾ നടത്തിയ സ്വഭാവ വൈകൃതമുള്ള ആളാണെന്ന് എഴുതിയിരിക്കുന്നു. അയാളോട് ബെർലിനെ പറ്റി റഖേൽ ചോദിക്കുന്നു. അയാൾ റഖേലിനെ പോലും മോശമായി നോക്കുന്നു. തനിക്ക് പ്രയോജനമില്ലാത്തൊരു കാര്യം താൻ ചെയ്യില്ല എന്ന് അയാൾ പറയുന്നു. ഇതിൽ ടെൻഷനാകുന്ന ഏഞ്ചൽ അയാളെ ഭീഷണിപ്പെടുത്തുന്നു. റഖേൽ സമാധാനപരമായി അയാൾക്ക് പരോളിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാമെന്ന് പറയുന്നു. അതിന് 2 കണ്ടീഷൻ ഉണ്ടെന്ന് പറയുന്നു. ആദ്യത്തേത് തങ്ങൾക്ക് ഉപകാരമുള്ളൊരു ക്ലൂ ബെർലിനെ പറ്റി പറയണം. അത് ഉറപ്പായും തങ്ങൾക്ക് ആ കേസിൽ പ്രയോജനപ്പെടുന്നതായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ക്ലൂ പറഞ്ഞതിന് ശേഷം റഖേൽ പറയാമെന്ന് പറയുന്നു. അയാൾ ബെർലിൻ ഡെയിലി ഒരു ടാബ്ലറ്റ് കഴിക്കുമായിരുന്നു എന്ന വിവരം പറയുന്നു. അത് കഴിക്കാതെ ബെർലിന് തന്റെ ജീവൻ നിലനിർത്താൻ കഴിയില്ല എന്ന് അയാൾ പറയുന്നു. എന്നാൽ ബെർലിന്റെ കേസ് ഫയലിൽ അത്തരമൊരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് റഖേൽ പറയുന്നു. അവൻ ജയിലിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും വളരെ രഹസ്യമായി ആരും അറിയാതെയാണ് ആ ടാബ്ലറ്റ് ജയിലിൽ എത്തിച്ചിരുന്നത്. ആ മരുന്നിന്റെ പേര് റെട്രോക്സിൽ എന്നാണെന്ന് അയാൾ പറയുന്നു. ശേഷം റഖേലിനോട് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കുന്നു. റഖേൽ അയാളോട് കെമിക്കൽ കാസ്ട്രേഷൻ ട്രീറ്റ്മെന്റ് എടുക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്താൽ പരോളിന് റെക്കമെൻഡ് ചെയ്യാമെന്ന് പറയുന്നു. ആ ട്രീറ്റ്മെന്റ് എടുത്താൽ അയാൾക്ക് ലൈംഗിക ശേഷി നഷ്ടപ്പെടും. റഖേൽ സ്മാർട്ടായി അയാളെ ലോക്ക് ചെയ്യുന്നു. അയാളെ അവിടെ നിന്നും പറഞ്ഞയച്ച ശേഷം ഏഞ്ചലിനോട് റെട്രോക്സിൽ മെഡിസിൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അന്വേഷിക്കുവാൻ പറയുന്നു. ബെർലിൻ റോയൽ മിന്റിൽ ഇത്ര ദിവസം നിൽക്കുവാൻ പ്ലാൻ ചെയ്തതിനാൽ ആ മരുന്ന് അധികമായി പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. ആ സാധ്യത ഉപയോഗിച്ച് അന്വേഷിക്കുവാൻ റഖേൽ പറയുന്നു. ഈ സമയം അവിടേക്ക് നിക്കോളെ എന്ന യാർഡിന്റെ ഓണറിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അയാൾ ഒരു റഷ്യൻ ആയിരുന്നു. പ്രൊഫസറിനോട് അയാൾ റഷ്യനിൽ സംസാരിച്ചപ്പോൾ പ്രൊഫസറും തിരികെ റഷ്യനിൽ മറുപടി പറഞ്ഞിരുന്നു. അതിനാൽ പ്രൊഫസറിന്റെ മുഖം മറന്നിട്ടില്ല എന്ന് അയാൾ പറയുന്നു. നിക്കോളയും പ്രൊഫസറിനെ ഭിക്ഷക്കാരന്റെ രൂപത്തിൽ കണ്ട് ആൽമനോസ് എന്ന പോലീസ് ഓഫീസറിനെയും ഇരുത്തി പ്രൊഫസറിന്റെ സ്കെച്ച് വരയ്ക്കുവാൻ അവർ തയ്യാറെടുക്കുന്നു. അവർ പ്രൊഫസറിന്റെ സ്കെച്ച് വരച്ചാൽ ഉറപ്പായും പ്രൊഫസറിനെ പിടികൂടും. കാരണം റഖേലും ഏഞ്ചലും പ്രൊഫസറിനെ നേരിൽ കണ്ടിട്ടുണ്ട്. ഇത് കേൾക്കുന്ന പ്രൊഫസർ അവിടെ നിന്നും എങ്ങോട്ടേക്കോ പോകുവാൻ തയ്യാറെടുക്കുന്നു. പ്രൊഫസർ എവിടേക്കാണ് യാത്രയാകുന്നത്? എങ്ങനെയാണ് പ്രൊഫസർ ഈ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ പോകുന്നത്? അതറിയുവാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.